എന്തായാലും ബിഗ് ബോസ് ഹൗസിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും കരയില്ല എന്ന് ഉറക്കെ പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു സായി കൃഷ്ണ. സായി കൃഷ്ണയുടെ ആ ശബ്ദം എങ്ങനെയൊക്കെയോ തെറ്റിയിരിക്കുകയാണ്. ഇന്ന് സായി കൃഷ്ണയുടെ വൈഫ് വന്നപ്പോൾ അറിയാതെ പറഞ്ഞുപോയി, അതായത് സായി കൃഷ്ണയുടെ പെറ്റായിട്ടുള്ള ഒരു ഡോഗ് മരിച്ചുപോയി എന്ന്. സത്യം പറയുകയാണെങ്കിൽ ഇവിടെ സ്നേഹ എന്ന് പറയുന്ന സായി കൃഷ്ണയുടെ വൈഫ് വന്ന ഉടനെ അത് പറയുന്നില്ല. ഒരു കണക്കിന് പറയുകയാണെങ്കിൽ സായി കൃഷ്ണ വൈഫിൻ്റെ മുഖത്ത് നിന്ന് അത് വായിച്ചെടുക്കുക തന്നെയായിരുന്നു. പിന്നെ വൈഫ് അത് കൺഫേം ചെയ്തു. ഇതുകൂടാതെ എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട്, സായി കൃഷ്ണയുടെ അമ്മേനെ ഭാര്യയുടെ കൂടെ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു എന്ന്. കാരണം സായി കൃഷ്ണ മുന്നത്തെ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, സ്നേഹ അമ്മയുടെ കൂടെയാണ് പോകുന്നത് എങ്കിൽ ഞാൻ അപ്പോൾ തന്നെ കളിയൊക്കെ നിർത്തി അവരുടെ കൂടെ സന്തോഷമായിട്ട് പോകും, എനിക്ക് കപ്പൊന്നല്ല വേണ്ടത് എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വിഷമം സായി കൃഷ്ണയുടെ മുഖത്ത് ഉണ്ട് എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. എന്തായാലും സായി കൃഷ്ണ മനസ്സിൽ പോലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സർപ്രൈസ് സായി കൃഷ്ണയ്ക്ക് കിട്ടുന്നുണ്ട്. സായി കൃഷ്ണയുടെ അച്ഛൻ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്, നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കൂടാതെ സായി കൃഷ്ണയുടെ വൈഫ് ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, സായി കൃഷ്ണ മനുഷ്യനായി മാറി എന്ന് പറഞ്ഞപ്പോൾ വൈഫിന് പേഴ്സണലി അത് ഒരുപാട് സങ്കടമായിരുന്നു. കാരണം സായി കൃഷ്ണയ്ക്ക് എല്ലാവരോടും സ്നേഹമാണ്, സായി കൃഷ്ണ ഒരു മനുഷ്യൻ തന്നെയാണ്, സായി കൃഷ്ണയുടെ ഉള്ളിലൊരു മനുഷ്യനുണ്ട്, അത് മരിച്ചു പോയിട്ടൊന്നുമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് സായി കൃഷ്ണ അങ്ങനെ പറഞ്ഞത് എന്ന് എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട് സ്നേഹ.